അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ ബലിയായി നൽകാൻ തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. ബലിയായി നൽകുന്നു ഞാൻ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. ഈശോയിൽ പ്രിയ സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, അൾത്താര ശുശ്രൂഷകരെ, ഗാന ശുശ്രൂഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഷ്രൈൻ വെബ് ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നലെ നിങ്ങളുടെ നിയോഗങ്ങൾക്കായി കുർബാനയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയും പ്രത്യേകമായി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവ് തൻ്റെ ജനത്തിനും ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്കും സമാധാനമരുളും. ഈശോയിൽ പ്രിയരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. നമ്മൾ ആണ്ടുവട്ടത്തിലെ അവസാന ആഴ്ചയിലെ ആണ് നമ്മളിപ്പോൾ കടന്നു പോവുക. ഈ ശനിയാഴ്ചയോടുകൂടി ഒരു ആരാധനക്രമ വർഷം അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച, അടുത്ത ഞായറാഴ്ച ഡിസംബർ 1-ാം തീയതിയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു ആരാധനക്രമ വർഷത്തിൽ നമുക്ക് ദൈവം ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക്. ഈ ആരാധനക്രമ വർഷത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ, ബലിയർപ്പിക്കാൻ സാധിച്ചത് ഒരു അനുഗ്രഹമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആരാധനക്രമ വർഷത്തിൻ്റെ അവസാനം ഈ വേളാങ്കണ്ണി പള്ളിയിലെ ശുശ്രൂഷയിലായിരിക്കാൻ സാധിക്കുന്നത് ദൈവാനുഗ്രഹമായിട്ട് കരുതുക. നമുക്ക് വളരെ അനുഗ്രഹമാണ്. ഇത് നമുക്ക് ഒരു പ്ലസ് പോയിൻ്റാണ്. നമുക്കിവിടെ വന്ന് എത്തിച്ചേരാൻ സാധിച്ചത്. ചില ആളുകൾക്ക്, മുതിർന്ന മാതാപിതാക്കൾക്കൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത്ര ദൂരെ യാത്ര ചെയ്ത് ഇവിടെ വരാൻ സാധിക്കുന്നില്ല. നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. ഞങ്ങൾ അച്ഛന്മാർ അവിടെ ആവേ മരിയ ഹാളിൽ ആശീർവാദത്തിന് വേണ്ടി വരുന്നവരെ
ആശീർവദിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത്, ഇവിടെ അർപ്പിക്കുന്ന കുർബാനകൾ, നടത്തുന്ന പ്രാർത്ഥനകൾ, പരിഹാര പ്രാർത്ഥനകൾ, ഇപ്പോൾ സ്വീകരിക്കുന്ന ആശീർവാദങ്ങൾ, ഇതെല്ലാം ഇവർക്ക് ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആശീർവാദം കൊടുക്കുക. അപ്പോൾ നമുക്കിതെല്ലാം ഉപകാരമാകട്ടെ, ഇതെല്ലാം നമുക്ക് അനുഗ്രഹമാകട്ടെ. ഇതുവഴി വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്യുക. നമുക്കതെല്ലാം സ്വീകരിക്കാം. അതിനൊക്കെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ, കഴിഞ്ഞ ബലിയർപ്പിച്ചതിന് ശേഷം വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, സ്നേഹത്തിനും ദൈവത്തിനെതിരെയൊക്കെ വന്നു പോയിട്ടുള്ള എല്ലാ അപരാധങ്ങളും നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം, മാപ്പപേക്ഷിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് വിശ്വാസികളുടെ മാനസങ്ങൾ ഉദ്ദീപിപ്പിക്കണമേ. അങ്ങനെ തിരുക്കർമ്മത്തിൻ്റെ ഫലം കൂടുതൽ തീക്ഷ്ണതയോടെ നിറവേറ്റിക്കൊണ്ട് അങ്ങേ കാരുണ്യത്തിൻ്റെ ഔഷധങ്ങൾ കൂടുതലായി ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് കണ്ടു. അവനോട് കൂടെ 144,000 പേരും. അവൻ്റെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരുമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും
സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണമീട്ടുന്നത് പോലെ ഒരു സ്വരം. അവർ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുൻപാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരും ഒഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവേ, ഇവരാണ് അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറ. കർത്താവേ, ഇവരാണ് അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറ. ഭൂമിയിലും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവേ, ഇവരാണ് അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറ. കർത്താവിൻ്റെ മലയിൽ ആരു കയറും? അവിടുത്തെ വിശ്വസ്ത സ്ഥലത്ത് ആരു നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും. കർത്താവേ, ഇവരാണ് അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറ. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവനാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. കർത്താവേ, ഇവരാണ് അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് യേശു കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വം. ഈശോയിൽ സ്നേഹമുള്ള സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുകയാണ്.
നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ കേട്ടത്, വിധവയുടെ കാണിക്ക. ആ കഥയിൽ നിന്ന് തന്നെ നമുക്ക് സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ന് ഒന്നാം വായനയെക്കുറിച്ച് ഉള്ള ചില ചിന്തകൾ നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ ആ കാര്യം പറഞ്ഞുകൊണ്ടുള്ള വായനയാണ് നമ്മൾ കേട്ടത്. യോഹന്നാൻ ഒരു കുഞ്ഞാട് സിയോൻ മലയിന്മേൽ നിൽക്കുന്നത് കണ്ടു. നമുക്ക് വളരെ പെട്ടെന്നത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ലിറ്റനി ചൊല്ലുമ്പോഴും കുർബാനയിലും ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്. സ്നാപക യോഹന്നാനാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞത്. ആ പ്രാർത്ഥനയാണ്, ആ ഭാഗമാണ് ലാറ്റിൻ കുർബാനയിൽ കുർബാന സ്വീകരണത്തിന് മുൻപ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്ന ഭാഗം ഉൾച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ യോഹന്നാൻ പറയുന്ന കോണ്ടക്സ്റ്റ് നമുക്കൊരു പക്ഷെ ഉപകാരപ്രദമാണ്. യോഹന്നാൻ സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാൻ്റെ കൂടെ കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. അതായത് സ്നാപക യോഹന്നാൻ്റെ സ്കൂളിൽ പഠിക്കുന്നവർ. സ്കൂളിൻ്റെ പേര് സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടി അങ്ങനെ വഴിയിൽ നിൽക്കുമ്പോഴും ഈശോ പോകുന്നത് കണ്ടു. ഈശോ അങ്ങനെ മുന്നിലൂടെ പോകുന്നത് കണ്ടു. അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ 36-ാമത്തെ വാക്യത്തിലുമാണ്. 1-ാം അധ്യായം 29, 36. 36-ലാണ് 2 പേർ തന്നോടുകൂടെ നിൽക്കുമ്പോഴും ഈശോ പോകുന്നത് കണ്ടു. അപ്പോൾ ഈ 2 പേരോടുമായിട്ട് സ്നാപക യോഹന്നാൻ പറയും, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. വേറൊന്നും പറയുന്നില്ല, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവർക്ക് എന്ത് മനസ്സിലായിട്ടാണെന്നറിയില്ല, അവർ ഉടനെ ഈശോയുടെ പുറകെ പോയി. അപ്പോൾ ഈശോ അങ്ങ് എവിടെയാണ് വസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വന്ന് കാണുക എന്നാ പറയാം. വാ മക്കളെ എന്നൊന്നും പറയുന്നില്ല. ഈശോ വന്ന് കാണുക. അപ്പം അവർ പോയി കണ്ട് വസിച്ച് അവർക്ക് ബോധ്യമായി. എന്നിട്ട് ആ 2 പേരിൽ ഒരാൾ അന്ത്രയോസാണ്. അന്ത്രയോസ് സ്നാപക യോഹന്നാൻ്റെ സ്കൂളിൽ നിന്ന്, അതായത് നഴ്സറി സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലേക്ക് ആ 2 പേര് ഉയർത്തപ്പെട്ടു. നിങ്ങൾ എലിജിബിളാണ്, നിങ്ങളിനി ഈ സ്കൂളിൽ നിൽക്കേണ്ടവരല്ല, നിങ്ങൾ യേശുവിൻ്റെ സ്കൂളിലേക്ക് പൊക്കോ. അതിൻ്റെ ഒരു ധ്വനിയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ സ്നാപക യോഹന്നാൻ തന്നെ അവർക്ക് പ്രമോഷൻ കൊടുത്തു. അവർ പാസ്സായി. സ്നാപക യോഹന്നാൻ സ്കൂളിൽ അവർ പാസ്സായി. അപ്പോൾ അവർ യേശുവിൻ്റെ സ്കൂളിലേക്ക് പോയി. യേശുവിൻ്റെ സ്കൂളിൽ ചെന്നിട്ട് അവർ കണ്ട് മനസ്സിലാക്കിയത്, അന്ത്രയോസ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പത്രോസിനോട് പറയും, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയും. എന്നിട്ട് പത്രോസിനെയും കൂട്ടി അന്ത്രയോസ് ഈശോയുടെ അടുക്കൽ ചെല്ലും. ഒന്നോർക്കണം, സഭയുടെ ആദ്യത്തെ പരിശുദ്ധ പിതാവായി മാറിയ പത്രോസ് ലീഹായെ അനുനയിപ്പിച്ചത്, ഈശോയിലേക്ക് കൊണ്ടുവന്നത് അന്ത്രയോസ് പുണ്യവാളനാണ്. അന്ത്രയോസ് പുണ്യവാളൻ പിന്നാമ്പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ്. നമുക്കറിയാമല്ലോ, 5 അപ്പം വർദ്ധിപ്പിച്ചെടുത്ത് ഇവിടെ അപ്പവും മീനുമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട് എന്ന് ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്തത് അന്ത്രയോസാണ്. പിന്നാമ്പുറത്ത് നിന്ന് പണിയെടുക്കുന്നയാളാണ്. അപ്പോൾ പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത് അന്ത്രയോസാണ്. അപ്പോൾ ഈശോയുടെ സ്കൂളിൽ ഉള്ള അനുഭവമാണ് അന്ത്രയോസിനെ അങ്ങനെ നയിച്ചത്. നമ്മൾ ഇന്നത്തെ 1-ാം വായന ശ്രവിക്കുമ്പോഴും കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, ഈ നവംബർ മാസം നമ്മൾ ആത്മാക്കളെയൊക്കെ ഓർക്കുന്ന ദിവസം കൂടിയാണല്ലോ. അപ്പോൾ ഈശോയുടെ സ്കൂളിൽ 144,000 പേർ, അങ്ങനെ ഒരു നമ്പർ ഇന്നത്തെ 1-ാം വായനയിൽ പറയും. 144,000 പേർ, 144,000 പേർ. അപ്പോൾ കുഞ്ഞാടിൻ്റെ സ്കൂളിൽ പഠിച്ചവർ, സ്നാപക യോഹന്നാൻ്റെ സ്കൂളിൽ നിന്ന് കുഞ്ഞാടിൻ്റെ ഈശോയുടെ സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർ, അവരെ കുഞ്ഞാടിൻ്റെ മുമ്പിൽ നിൽക്കും. കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ മുമ്പിൽ നിൽക്കാൻ അവർക്ക് യോഗ്യതയുണ്ടാവും. അപ്പോൾ അവർക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തെ, അവർക്ക് കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ് അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. അത് വെളിപാട് പുസ്തകം 14:1. അവൻ്റെ
അവൻ്റെ നാമവും അവരുടെ നെറ്റിയിൽ. ഇങ്ങനെ സ്നാപയോഹന്നാന്റെ സ്കൂളിൽ നിന്ന് പഠിച്ച്, ഈശോയുടെ സ്കൂളിലൂടെ പഠിച്ച്, കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ആത്യന്തികമായിട്ടുള്ള സ്വർഗത്തിൽ ചെന്ന് നിൽക്കുമ്പോഴും അവരുടെ നെറ്റിയിൽ മുദ്ര അവൻ്റെ നാമവും പിതാവായ ദൈവത്തിൻ്റെ നാമം. ഇത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഈ ഒരു മുദ്രയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. ഇത് രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കാം. ഈശോയുടെ മേൽ അംഗീകാര മുദ്രയുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ ശിരസിൽ ഒരു മുദ്രയിടപ്പെടും. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ ശിരസിൽ ഒരു മുദ്രയിടപ്പെടും. അപ്പോൾ സ്വർഗത്തിന് ദൈവപിതാവ് നോക്കുമ്പോൾ മുദ്രയുള്ള തലകൾ, ശിരസ്സുകൾ, മുദ്രയുള്ള ശിരസ്സുകൾ. നമ്മളിപ്പോൾ ഒരു വികാരി അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു കത്ത് മേടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ സീല് വെക്കാൻ മറന്നുപോയെങ്കിൽ നിങ്ങൾ തിരിച്ചു ചെന്നിട്ട് പറയാം, അച്ഛാ സീല് വെച്ചിട്ടില്ല അച്ഛാ. കാരണം സീലിനൊരു പ്രാധാന്യമുണ്ട്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ ശിരസിൽ ഒരു സീല് വീഴും. ഈ ഭൂമിയിൽ തന്നെ യേശുവിൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടേണ്ട ഒരു കാര്യമാണ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ യേശുവിൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ മുദ്രയിട്ട് പോയാൽ എളുപ്പമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ അതാണ് അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും. ഇവിടെയാണെങ്കിൽ പിതാവായ ദൈവം കുർബാന സ്വീകരിക്കുന്നവരുടെ ശിരസിൽ ഒരു അംഗീകാര മുദ്ര വയ്ക്കും. അംഗീകാരമുദ്രയുള്ളവർക്കൊക്കെ പ്രമോഷനാണ്. എത്ര അംഗീകാരമുദ്രകൾ വേണം പ്രിയ മക്കളെ, കൂദാശകൾ സ്വീകരിക്കാം. ഇനി രണ്ടാമതൊരു കാര്യം, ഇവർ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലുള്ള സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. നമ്മൾ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ഹല്ലേലൂയ പറയാൻ തുടങ്ങിയത്. പക്ഷേ ഉദ്ധാനത്തിൻ്റെ മന്ത്രമാണ് ഹല്ലേലൂയ. ഉദ്ധാനത്തിൻ്റെ മന്ത്രമാണ് ഹല്ലേലൂയ. അത് പെന്തക്കോസ്തക്കാർ അല്ലെങ്കിൽ കരിസ്മാറ്റിക്കുകാർ കണ്ടുപിടിച്ച പുതിയൊരു വാക്കല്ല, അത് ബൈബിളിലുള്ള കാര്യമാണ്. അതിൻ്റെ ധ്വനി എന്താണ്? ഈ ഭൂമിയിൽ ഈശോയുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ദൈവാരാധന നടത്തണം. ഈ ഭൂമിയിൽ ഈശോയുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ദൈവാരാധന, പള്ളി വരിക, പ്രാർത്ഥിക്കുക, കൂദാശകൾ സ്വീകരിക്കുക, ദൈവത്തെ സ്തുതിക്കുക. ഇത് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ദൈവാരാധന നടത്തുക. നമ്മൾ കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ കൈയൊക്കെ ഉയർത്തി, കരങ്ങൾ ഉയർത്തി ഇങ്ങനെ സ്തുതിക്കുന്നവരൊക്കെ ഉണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതൊരു കുറച്ചിലായിട്ട് കാണണ്ട, ഇത് ദൈവസ്തുതി തന്നെയാണ്. യേശുവിൻ്റെ സ്കൂളിലെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനിയും 4 ജീവികളെക്കുറിച്ച് പറയുന്നുണ്ട്. 4 ജീവികളും ശ്രേഷ്ഠന്മാരും. സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെ മുൻപാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഈ 4 ജീവികൾ ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. അത് സുവിശേഷകന്മാരുടെ പ്രതീകമാണ്. മത്തായി സുവിശേഷകനെ പ്രതിനിധീകരിക്കുന്നത് മനുഷ്യൻ, മർക്കോസ് സുവിശേഷകനെ പ്രതിനിധീകരിക്കുന്നത് സിംഹം, ലൂക്കാ സുവിശേഷകനെ പ്രതിനിധീകരിക്കുന്നത് കാള, യോഹന്നാൻ സുവിശേഷകനെ പ്രതിനിധീകരിക്കുന്നത് കഴുകൻ. അപ്പോൾ സുവിശേഷകന്മാരെ പ്രതിനിധീകരിച്ചാണ് 4 ജീവികൾ. വചനവായനയിലൂടെ, വിശുദ്ധ ഗ്രന്ഥ സുവിശേഷ വായനയിലൂടെ സുവിശേഷ ജീവിതം നയിക്കാനുള്ള ആഹ്വാനമുണ്ട്. ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോൾ അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് നിരന്തരം വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, വിശുദ്ധ ഗ്രന്ഥം വെച്ച് പ്രാർത്ഥിക്കുക. ഇനി 4-മത്തൊരു കാര്യം, വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇവരാണ് വലിയ ഞെരുക്കത്തിലൂടെ വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ. ഇവർ ഞെരുക്കത്തിലൂടെ വന്നവരാണ്, ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇന്നത്തെ വായനയിൽ അത് പറയുന്നുണ്ട്. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈശോയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടവരും. മാമോദീസയിൽ വെള്ളവസ്ത്രം ധരിക്കുന്നില്ലേ? മാമോദീസയിലൂടെ കുഞ്ഞ വെള്ളവസ്ത്രം ധരിക്കുന്നില്ലേ? മരണച്ചടങ്ങിലും നെഞ്ചത്തൊരു വെള്ളത്തുണി വെച്ചിട്ട് പറയും, മാമോദീസയിലൂടെ സ്വീകരിച്ച വെള്ളവസ്ത്രം
കളങ്കം കൂടാതെ കാത്തു സൂക്ഷിച്ചു എന്നതിൻ്റെ ഓർമ്മയായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. അതായത് വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട കടമ ഈശോയുടെ സ്കൂളിൽ പഠിക്കുന്നവർക്കുണ്ട്. ഇനി ഈശോയുടെ സ്കൂളിലൂടെ പഠിക്കുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ട മറ്റൊരു സ്കൂളാണ് മരിയൻ സ്കൂൾ, മാതാവിൻ്റെ സ്കൂൾ. മാതാവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോകണം. ഒരുപക്ഷെ നിങ്ങൾക്കുള്ള അവസരമാണ് നമ്മളൊരു മരിയൻ സ്കൂളിലെ പഠിക്കാൻ പറ്റിയ ചില പാഠങ്ങൾ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്ക് അഭ്യസിക്കാനായിട്ട് സാധിക്കും. ചില ആളുകൾ ഇവിടെ വന്നൊന്ന് കുമ്പസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വേളാങ്കണ്ണി വന്നൊന്ന് കുമ്പസാരിക്കുക ഒരു അനുഗ്രഹമാണ്. മാതാവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോവുക. ചില ആളുകൾ പറയും, വർഷത്തിലൊരിക്കലൊന്ന് വേളാങ്കണ്ണി വന്നിട്ട് പോയാൽ എന്തൊരു എനർജിയാണ്, എന്തൊരു ഉന്മേഷമാണ്. കഷ്ടപ്പാട് നിറഞ്ഞ യാത്രയാണെങ്കിലും ഇവിടെ വരുന്ന എല്ലാ വർഷവും വരുന്നവരുണ്ട്. എല്ലാ വർഷവും വരുന്നവരെന്ന് കരമുയർത്താവോ? എല്ലാ വർഷവും ഇവിടെ വരുന്നവർ കുറേ പേര് എല്ലാ വർഷവും വരുന്നവരാണ്. അപ്പോൾ മാതാവിൻ്റെ സ്കൂളിലൂടെ പോകണം. ലൂക്കായുടെ സുവിശേഷം 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. അങ്ങനെ ഈശോയെ വളർത്തിയത് ആരാണ്? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോയെ വളർത്തിയത് ആരാണ്? പരിശുദ്ധമ്മയല്ലേ? അപ്പോൾ പരിശുദ്ധമ്മയുടെ സ്കൂളിലൂടെ കൂടി നമ്മൾ കടന്നു പോകണം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ചിന്ത നമുക്ക് സ്വീകരിക്കാം. യേശുവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോകണം. യേശുവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോകാൻ നമുക്ക് അർഹത ലഭിക്കട്ടെ. യേശുവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോകുമ്പോൾ മടിപിടിച്ചിരിക്കാതെ, ഉഴപ്പാതെ, ഹോംവർക്കുകൾ ചെയ്യാതെ അങ്ങനെ പോകരുത്. യേശുവിൻ്റെ സ്കൂളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കൽപ്പിച്ചിട്ടുള്ള ഹോംവർക്കുകൾ, നമുക്ക് ചെയ്യേണ്ട ഭക്തിയാഭ്യാസങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്തു പോയാൽ ആ കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ സാധിക്കും. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. ഒന്ന് ചേർന്ന് പാടാവോ? കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. ദൈവം മരിയൻ സ്കൂളിലൂടെ പഠിച്ച്, ഈശോയുടെ സ്കൂളിലൂടെ പഠിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലെത്താൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാഥ, സർവവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാഥ. പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ ചെയ്യും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ.
കർത്താവേ, അങ്ങ് കൽപ്പിച്ചതനുസരിച്ച് അങ്ങേ നാമത്തിന് സമർപ്പിക്കപ്പെട്ട തിരുമുൽ കാഴ്ചകൾ സ്വീകരിക്കുന്നതിനും അവ വഴി അങ്ങേ സ്നേഹത്തിന് ഞങ്ങൾ അർഹരായി ഭവിക്കുന്നതിനും അങ്ങേ കൽപ്പനകളെപ്പോഴും പാലിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ
യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ടി സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന
ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിന്മേൽ അവരെ നവീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് തിരുശരീരരക്തങ്ങളുടെ സ്വീകരണം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും വിധിക്കും നാശത്തിനും കാരണമാകാതെ അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യവുമായ ഔഷധമായി തീരുമാറാകട്ടെ.
ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ഈശോയിൽ പ്രിയമുള്ള സിസ്റ്റേഴ്സ് ഉള്ളവരെല്ലാവരും കുർബാന സ്വീകരണ ശുശ്രൂഷയിൽ സഹായിക്കാനായിട്ട് വരിക. ഇപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരണ സമയം. നമുക്ക് ഭക്തിയോടുകൂടെ ഈ സമയത്തെ സമീപിക്കാം. പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടവർ കത്തോലിക്ക വിശ്വാസികളാണ്. അവർ നാവുകളിലാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. മറ്റ് മതസ്ഥരോ മറ്റുണ്ടെങ്കിൽ ഈ സമയം സ്വസ്ഥാനങ്ങളിൽ പ്രാർത്ഥനയിലായിരിക്കുക. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ, തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ, തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ, ഞാനാം നീർക്കണം
നീയായി തീർന്നിടാൻ. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനായി നീർക്കണം നീയായി തീർന്നിടാൻ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, നീയാം കടലിൽ ഞാൻ അലിഞ്ഞു നീയാകാൻ. നാളെത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, നീയാം കടലിൽ ഞാൻ അലിഞ്ഞു നീയാകാൻ. എന്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിയിടേണമേ. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിയിടേണമേ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. നമുക്കൊരിക്കൽ കൂടി ചേർന്ന് പാടാം. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം. ചേർന്ന് പാടിക്കേ. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. ഒരിക്കൽ കൂടി ചേർന്ന്. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലുള്ള പരിശുദ്ധ കുർബാനകളുടെ സമയക്രമവും സ്ഥലങ്ങളുടെ വിവരങ്ങളും. പ്രധാന ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തമിഴ് കുർബാന. ഈ കുർബാന ജയ+ വഴി സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ലോവർ ബസിലിക്കയിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 7 മണിക്ക് തമിഴ്, 10 മണിക്ക് ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് 12 മണിക്ക് തമിഴ്, 3 മണിക്ക് തമിഴ്, വൈകിട്ട് 6 മണിക്ക് ജപമാല തുടർന്ന് തമിഴ് കുർബാനയും. അപ്പർ ബസിലിക്കയിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 8 മണിക്ക് തെലുങ്ക്, 11 മണിക്ക് ഹിന്ദി, ചൊവ്വാഴ്ചകളിൽ ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് കൊങ്കണി. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ, അതായത് ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 8 മണിക്ക് കൊങ്കണി, 9 മണിക്ക് മലയാളം. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ലോവർ ബസിലിക്കായിൽ വൈകിട്ട് 5:30 ജപമാല തുടർന്ന് ഷ്രൈൻ ചുറ്റി പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും വചനപ്രഘോഷണവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടായിരിക്കും. എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിൽ വൈകിട്ട് 5:30 ഷ്രൈനിൻ്റെ പ്രവേശന കവാടം മുതൽ കടൽ തീരം വരെ വേളാങ്കണ്ണി മാതാവിൻ്റെ വാഹന പ്രദക്ഷിണവും തുടർന്ന് ലോവർ ബസിലിക്കായിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും രോഗികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും തമിഴ് കുർബാനയും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ പ്രധാന ദേവാലയവും
രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ആരാധന ചാപ്പലും തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു. നല്ല കുമ്പസാരം നടത്താനുള്ള ഒരുക്കത്തിനായി അനുരഞ്ജന ചാപ്പലും കുമ്പസാരത്തിന് ശേഷം പ്രായശ്ചിത്തം നിറവേറ്റുന്നതിനും വ്യക്തിപരമായ മൗനപ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആരാധന ചാപ്പലും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8 മണി വരെയും 11 മണി മുതൽ 12:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയും മലയാളത്തിൽ കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് വ്യക്തിപരമായ കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് അടിമസമർപ്പണത്തിനും വിശുദ്ധ വസ്തുക്കൾ ആശീർവദിക്കുന്നതിനുമുള്ള അവസരം പ്രധാന ദേവാലയത്തിൻ്റെ സമീപമുള്ള ആവേ മരിയ ഹാളിൽ സൗകര്യമുണ്ട്. അവിടെ എല്ലാ മണിക്കൂറുകളിലും വൈദികർ സന്നിഹിതരാണ്. രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഇടവേളയുണ്ട്. ബാക്കിയുള്ള എല്ലാ മണിക്കൂറുകളിലും അച്ഛന്മാർ അവിടെ ലഭ്യമാണ്. ഇവിടെ നമ്മൾ കുർബാനയ്ക്ക് ശേഷം പൊതുവായ വെഞ്ചരിപ്പ് പ്രാർത്ഥനയാണുള്ളത്. വ്യക്തിപരമായ വസ്തുക്കൾ വെഞ്ചരിപ്പോ പ്രാർത്ഥനയോ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ ഗവൺമെൻറ് ഒഴിവ് ദിനങ്ങളിലും മാതാകുളത്തിന് സമീപമുള്ള സ്റ്റെല്ല മാരീസ് ഓഡിയോ വിഷ്വൽ ഹാളിൽ അരുൾ നിറൈ സുവടുകൾ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം രാവിലെ 10 മണിക്ക് തമിഴിലും 11:30 മലയാളത്തിലും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തെലുങ്കിലും ഉണ്ടായിരിക്കും. എല്ലാ തീർത്ഥാടകരെയും നിശ്ചയിക്കപ്പെട്ടുള്ള ദിവസങ്ങളിൽ ഈ ഡോക്യുമെൻ്ററി കാണുവാൻ സ്വാഗതം ചെയ്യുന്നു. വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുത തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന എല്ലാവർക്കും സന്തോഷകരവും സുരക്ഷിതവുമായ ദിനങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് ഇപ്പോൾ സമാപന ആശീർവാദത്തിനും പ്രാർത്ഥനയ്ക്കുമായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവ്യമായ പങ്കാളിത്തത്താൽ ആനന്ദിക്കുവാൻ അങ്ങിടയാക്കിയ ഞങ്ങളെ അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപിരിയാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത് എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിനോട് ചേർന്ന് നിങ്ങളെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.
ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും.